ഫ്രൂട്ട് ടിക്ക അതായത് ഒരു സ്റ്റാർട്ടർ അല്ലേ? സ്റ്റാർട്ടർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? പ്രത്യേകത ഫ്രൂട്ടും വെജിറ്റബിളും മാത്രമേ ഉള്ളൂ. കാര്യം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറെ മീറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു സമ്മിശ്ര ആഹാരം ആയിട്ട് അല്ലേ? അപ്പം വെജിറ്റേറിയൻസിനും എന്തെങ്കിലും കഴിക്കണ്ടേ, അതിനു വേണ്ടി. ശരി, എന്നാ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ക്രിസ്മസിന് ഫ്രൂട്ട് ടിക്ക പെട്ടെന്ന് കണ്ടു പഠിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഓയിൽ, ചാട്ട് മസാല 1 സ്പൂൺ. ഓക്കെ, ചാറ്റ് മസാല നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു മസാലയാണ്. ചാറ്റ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. കുറച്ച് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതൊക്കെ അങ്ങനെ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു നല്ല മണം. പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടാം. ഇത് കാശ്മീരി മുളകാണോ നമ്മൾ സാധാരണ? അതുകൊണ്ട് തന്നെ കളറും എരിവും ഇല്ലേ? എരിവ് കുറവായിരിക്കും. കളർ നല്ല കളർ കാണും. പിന്നെ ഈ പുളിയും മധുരവും എല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഹണി, തേനും ചേർത്തും. അത് ശരിയാ, എല്ലാം കൂടെ ഉണ്ടോ? ഫ്രൂട്ട്സും വെജിറ്റബിളും, അപ്പോൾ എല്ലാം വേണം. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് ടൊമാറ്റോ ആണ്. ഇട്ടിട്ടെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ. പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിൾ കണ്ടു പഠിച്ചോണേ. ഓണിയൻ. ഓണിയൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എല്ലാം സ്ക്വയർ കട്ട് ചെയ്തേക്കും. ഇത് ക്യാപ്സിക്കം ആണ്. ഓ, ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ ഇത് ടൊമാറ്റോ കൊണ്ടുവരണേന്ന്. ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ഒരു കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ. പിന്നെ എല്ലാം ഞാൻ ചോദിക്കാൻ പറയാം ഇരിക്കണേ എല്ലോ. ഇപ്പൊ ക്യാപ്സിക്കം 3 കളറിൽ എടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കളർഫുൾ ആയിട്ടുണ്ട്, ഒരു ആഘോഷമാണ്. ഇനി അതിലേക്ക് നമ്മൾ പനീർ ഇടുവാണ്. സിമ്പിൾ ആയിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾ ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് കുത്തിയെടുക്കണം. ശരി ശരി. ടിക്ക ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുരുത്തെടുക്കണം. ഇനി ഇത് വെച്ചാൽ മതി. കുറച്ച് തീ കുറച്ച്. അപ്പോൾ അത് നമ്മുടെ പാനിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് സമയം ഇത് ചെയ്യാൻ എടുക്കത്തുള്ളൂ. കാര്യം പനീർ മാത്രം ഒന്ന് കുക്കായാൽ മതി. അതുപോലെ വളരെ സിമ്പിളുമാണ് അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല കളർഫുള്ളാണ്, ടേസ്റ്റിയാണ്, മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. ഒരു സ്റ്റാർട്ടർ ഗംഭീരം. ഈ ക്രിസ്മസിന് പറ്റിയ സോൾട്ട് ആൻഡ് പെപ്പർ തരുന്നൊരു സമ്മാനം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് പൊള്ളി വരാനായിട്ട് തിരിച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേളിലൊക്കെ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നന്നായിട്ട് അതിന്റെ സൈഡൊക്കെ ഒന്ന് പൊള്ളി വന്നു തുടങ്ങി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടണം. പനീറിന്റെ ചെറിയ ബ്രൗൺ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ടിക്ക ഏതാണ്ടല്ല തയ്യാറായി കഴിഞ്ഞു. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നല്ല ചൂടോടെ